മഴത്തോരു മുമ്പിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ കമലയും ശിവനും കൂടെ പുറത്ത് പോയിട്ട് വരും. മുറ്റത്ത് കാറ് കിടക്കുന്നതുകൊണ്ട് കമല ഇങ്ങനെ ഞെട്ടി നോക്കിയാണ്. അപ്പോൾ ശിവൻ പറയാണ്, ഇത് ബാലചന്ദ്രൻ്റെ ജ്വല്ലറിയിലെ കാറാണല്ലോ, ആരാ വന്നേ, ഇനി ബാലചന്ദ്രൻ എങ്ങാനും വന്നിട്ടുണ്ടോ എന്ന് ശിവനിങ്ങനെ സംശയം പറയുമ്പോൾ കമല പറയാണ്, ബാലചന്ദ്രൻ വന്നെങ്കിലേ അതിൻ്റെ കൂടെ നിങ്ങൾ ഉടക്കൊന്നും പറയാൻ നിൽക്കണ്ട, വൈജയെ പറഞ്ഞു വിട്ടേക്കണം എന്ന് പറയാണ്. ഉടനെ ശിവൻ ചോദിക്കുകയാണ്, നീയല്ലേ പറഞ്ഞത് ബാലചന്ദ്രൻ ചെയ്ത തെറ്റാണ് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഉടനെ കമല പറയാണ്, അതൊക്കെ ശരി തന്നെ, പക്ഷേ ഇവിടെ പിടിച്ചു നിർത്തണ്ട, അവളെ പറഞ്ഞു വിട്ടേക്കണം എന്ന് കമല പറയാണ്. അങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പോൾ ശിവന് കമല ഞെട്ടുന്നുണ്ട്. കാരണം ബബിതയും കൃഷ്ണമോളും എല്ലാവരും ഇരിക്കുന്ന കാണുമ്പോൾ ശിവനിങ്ങനെ സംശയത്തോടെ നോക്കുകയാണ്. അപ്പോൾ കമലയെ അങ്ങോട്ട് വരികയാണ്. അപ്പം ഇവരെ കണ്ടപ്പോഴത്തേക്ക് ഇവരുടെ അടുത്തേക്ക് വരികയാണ് എല്ലാവരും. അപ്പോൾ ഉടനെ ശിവൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ എല്ലാവരും കൂടെ ഒരു വിരക്കം, എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ബബിത പറയാണ്, ആ അമ്മയെ തിരക്കി വന്നതാണെന്ന്. അപ്പം ശിവൻ ചോദിക്കുകയാണ്, അമ്മയെ തിരക്കി വന്നതെങ്കിൽ ഒന്ന് ഫോൺ ചെയ്താൽ പോരായിരുന്നോ, ഇവിടെ ഉണ്ടോയെന്ന് ഇല്ലയെന്ന് അറിയാമായിരുന്നു എന്ന് ശിവൻ പറയുന്നത് കേൾക്കുമ്പോൾ ബബിത ചോദിക്കുകയാണ്, എന്താ അങ്കിളെ ഞങ്ങൾ വന്നത് അങ്കിളിനൊരു ബുദ്ധിമുട്ടായോ എന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ടല്ല മോളെ, നിങ്ങൾ എല്ലാവരും കൂടെ വന്നതുകൊണ്ട് ചോദിച്ചാണെന്ന് പറയാണ്. എന്നിട്ട് നിങ്ങൾ വൈജയെ കണ്ട് സംസാരിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രോഹിത് പറയാണ്, സംസാരിച്ച് അമ്മയുടെ സ്റ്റാൻഡിന് ഒരു മാറ്റമില്ല, അമ്മയാണെങ്കിൽ വരുന്നില്ലെന്ന് തന്നെ പറയുകയാണ്. ഉടനെ കമല പറയാണ്, നിങ്ങൾക്കെല്ലാവരും കൂടെ അവളെ പിടിച്ചോണ്ടങ്ങ് പൊക്കൂടായോ എന്ന് കമല ചോദിക്കുന്നുണ്ട്. അപ്പോൾ രോഹിത് പറയാണ്, ആൻറ്റിക്ക് പറഞ്ഞൂടെ അമ്മയോട്. അപ്പം കമല തിരിച്ചു ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെ ഈ വീട്ടിൽ വന്നിട്ട് ഇറങ്ങി പോകാൻ പറയാൻ പറ്റത്തില്ലല്ലോ, ഇത് തറവാട് വീടായി പോയില്ലേ എന്ന് കമല ചോദിക്കുകയാണ്. അപ്പം ശിവൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ തീരുമാനം എന്താണ്, നിങ്ങൾ എന്താണ് ഇനി ഉദ്ദേശം എന്ന് ചോദിക്കുകയാണ്. അത് ഞങ്ങൾ അമ്മയായിട്ടേ പോകത്തുള്ളൂ, അതുവരെ ഇവിടെ താമസിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് രോഹിത് പറയാണ്. അപ്പോൾ കമല ഞെട്ടുവാണ്, ഇവിടെ താമസിക്കാനോ, ആ ഞങ്ങളെ ഇനി അമ്മയായിട്ട് തിരിച്ചു പോകുന്നുള്ളൂ എന്നൊരു തീരുമാനത്തില്ല. അപ്പോഴാണ് കമല അലീനെ കാണുന്നത്. അപ്പം അലീനെ കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. അടുത്ത് മനു നിൽപ്പുണ്ട്. ഇവളെന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവളെ എന്തിനാ ആരാ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ദേഷ്യത്തിൽ ചോദിക്കുകയാണ്. ഉടനെ രോഹിത് പറയാണ്, ഞങ്ങളാ കൂട്ടിക്കൊണ്ട് വന്നേ, ഞങ്ങളിവിടെ നിൽക്കുമ്പം ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ, അത് ഞങ്ങളിവിടെ നിൽക്കുന്നതുകൊണ്ട് ആൻറ്റിക്കൊരു ബുദ്ധിമുട്ടാവല്, അതുകൊണ്ട് അലീന ചേച്ചി ഞങ്ങൾ കൊണ്ടുവന്നതെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് കമലയ്ക്ക് ആകപ്പാടെ ദേഷ്യം വരുന്നുണ്ട്. പിന്നെ ജോലി ചെയ്യുന്ന കാര്യം ഓർത്തപ്പോൾ ഒന്നും മിണ്ടാനും വയ്യ. അതുകൊണ്ട് ദേഷ്യം ഇങ്ങനെ കടിച്ചു പിടിച്ചിരുന്ന് ദേഷിച്ച് അലീനെ നോക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ മനുവിന് ഭയങ്കര സന്തോഷവും മനു ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അലീന പറയാണ്, ഞാൻ വന്നതൊരു ബുദ്ധിമുട്ടായെങ്കിൽ ഒരു ഓട്ടോ വിളിച്ചെന്നാൽ മതി, ഞാനങ്ങ് പൊക്കോളാം എന്ന് പറയുകയാണ്. അന്നേരം ശിവൻ പറയണം, എന്ത് ബുദ്ധിമുട്ട്, ഒരു ബുദ്ധിമുട്ടും ഇല്ല, പിന്നെ ആൻറ്റിയോട് ചോദിക്കാതെ അടുക്കളയിൽ കയറണ്ടെന്ന് വിചാരിച്ച കമലാൻറ്റി വരുന്നവരെ നോക്കി ഇരുന്നതെന്ന് അലീന പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കൊക്കെ കമലയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഇനി ആരുടെ അനുവാദമൊന്നും കാത്തിക്കണ്ട, മോള് കിച്ചണിൽ കയറി വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തോ, ഇന്നലെ എല്ലാ സാധനവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെന്ന് ശിവൻ പറയാണ്. ഇതും കൂടെ ഒക്കെ കേൾക്കുമ്പോഴത്തേക്ക് കമലയ്ക്ക് ആകപ്പാടെ ദേഷ്യം വരുന്നുണ്ട്. മനുവിനാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ ഉടനെ കമല പറയാം, ഞാൻ പോയി ഡ്രസ്സ് മാറട്ടെ എന്ന് പറഞ്ഞ് ദേഷ്യം അങ്ങ് പോവുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ മനുവിന് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ അലീനയാണെങ്കിൽ കിച്ചണിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ, ആങ്കളെ ഞാൻ എന്തെങ്കിലും കിച്ചണിൽ പോയി എന്തെങ്കിലും ഇവർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. ഉണ്ടാക്കി കൊടുത്തോ, ആദ്യം ചായ തന്നെ ഇട്ട് തുടങ്ങിക്കോ, അത് കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ശിവന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതുപോലെ മുത്തശ്ശിയുടെ കാര്യങ്ങളെല്ലാം അലീന നന്നായിട്ട് നോക്കുമെന്ന് ശിവനറിയാം. അങ്ങനെ ശിവന് ഭയങ്കര സന്തോഷമാണ്. കമലയ്ക്ക് ആകപ്പാട് ദേഷ്യമാവുന്നുണ്ട്. അങ്ങനെ വൈജയെടുത്ത് വന്ന് കമല സംസാരിക്കുന്നുണ്ട്. കമല പറയുന്നുണ്ട്, വൈജയ് നീ തിരിച്ച് നെടുമ്പുരയിലേക്ക് പോകുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ വൈജയ് തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്താ കമലയേട്ടത്തി, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടോളാം കമലയേട്ടത്തിക്ക് ധൃതിയായോ എന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ടല്ല, നിൻ്റെ മക്കളെല്ലാവരും കൂടെ ഇവിടെ വന്ന് താമസമാക്കിയോണ്ട് ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ വൈജയ് ചോദിക്കുകയാണ്, താമസമാക്കിയോ, അവർ പോയില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, അവർ പോകുന്നില്ല, നിന്നെയും കൊണ്ടേ പോകുന്നോളം എന്നുള്ളൊരു തീരുമാനത്തിലിരിക്കുക, നീ വരുന്നിട്ടേ അവർ പോകുന്നുള്ളൂ, അതുവരെ ഇവിടെ താമസിക്കാൻ അവരുടെ തീരുമാനമെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വൈജയ് പറയാണ്, ഇവരെന്ത് ഉദ്ദേശത്താണ് ഇങ്ങോട്ട് വന്നത്, ഞാൻ ചെല്ലുന്നില്ലെന്ന് അവരടുത്ത് പറഞ്ഞാണല്ലോ, പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അതൊന്നും എനിക്കറിയത്തില്ല, എന്തായാലും അവരെല്ലാവരും ഇവിടെ ഉണ്ടെന്ന് പറയാണ്. ആ നശൂലം പോയില്ലയോ എന്ന് ചോദിക്കുകയാണ്. അവൾ ഇവിടെ ഉണ്ട്, അവളെവിടെ പോവാൻ, അവരെ കൂടെ വന്നേലേ, ഇനി അവർ പോകുമ്പോഴേ അവളും പോകത്തോളായിരിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ എന്നെ വൈജയ് പറയാണ്, ഇത് എന്തൊരു കഷ്ടമാണ്, ഇവിടെ വന്നാൽ ഒരു സമാധാനം തരത്തില്ലേ എന്നും പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് വൈജയ്. അപ്പം കമല പറയാണ്, മുറിയിലുണ്ട്. അങ്ങനെ വൈജയ് ആണെങ്കിൽ ബബിതയും കൃഷ്ണമോളൊക്കെ ഇരിക്കുന്ന മുറിയിലേക്ക് ചെല്ലുകയാണ്. അപ്പം അവിടെ ചെല്ലുമ്പോൾ തന്നെ വൈജയെ കാണുമ്പോൾ തന്നെ അവരെല്ലാം എണീക്കുന്നുണ്ട്. എന്താ നിങ്ങൾ പോകുന്നില്ലേ, നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് വൈജയ് ദേഷിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോൾ പറയാണ്, ഞങ്ങളുടെ ഉദ്ദേശം എന്താ, ഞങ്ങളുടെ പ്രത്യേകിച്ച് ഒരു ഉദ്ദേശവും ഇല്ല, അമ്മ വരുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോകും, അത്രേ ഉള്ളൂ. ഞാൻ വരുന്നില്ല എന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ, എൻ്റെ തീരുമാനം അറിയിച്ചില്ലേ, പിന്നെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പോയി നിന്നൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്നെ ബബിത ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്കും അമ്മയുടെ വീട്ടിൽ വന്ന് നിന്നൂടെ, ഇവിടെ നിൽക്കേണ്ട കാര്യം എന്തായെന്ന് ബബിതയും ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് വൈജയ് അവിടെ എല്ലാം നോക്കുന്നത്, അലീനെ കാണുന്നില്ല. ഉടനെ എല്ലായിടത്തും ചോദിക്കുകയാണ്, ആ പിശാജ് എന്തിയെന്ന് വൈജയ് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കൃഷ്ണമോള് പറയാണ്, പിശാജിൻ്റെ കാര്യമൊന്നും ഞങ്ങൾക്കറിയത്തില്ല, അലീന ചേച്ചിയുടെ കാര്യമാണെങ്കിൽ
ഞാൻ പറയാം എന്ന് കൃഷ്ണ പറയാണ്. ഉടനെ വൈജ പറയാണ്, അവളുടെ കാര്യം എനിക്കൊന്നും അറിയണ്ട, അവളെ എത്രയും പെട്ടെന്ന് ശല്യം ഒഴിഞ്ഞങ്ങ് പോയാൽ മതി, എനിക്ക് അവളെക്കുറിച്ച് ഒന്നും അറിയണ്ട എന്ന് പറയാണ്. അപ്പോൾ ഉടനെ കമല പറയാണ്, അവൾ അടുക്കളയിൽ ജോലി തുടങ്ങി. അപ്പോൾ ഉടനെ വൈജ ചോദിക്കുകയാണ്, അടുക്കളയിൽ എന്തിനാ കമലേട്ടത്തിൽ കയറ്റിയേ എന്ന് ചോദിക്കുകയാണ്. അല്ല, ഇത്രയും പേർക്ക് ഒരുമിച്ച് എന്തായാലും എനിക്ക് ആഹാരമൊന്നും വെക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അവൾ അടുക്കള കയറി ജോലി ചെയ്യണമെന്ന് എനിക്കും പറയാൻ പറ്റത്തില്ല എന്ന് കമല പറയാണ്. ഉടനെ ബബിത പറയാണ്, അതറിഞ്ഞോണ്ടാ അലീന ചേച്ചിയെ ഞങ്ങൾ കൂടെ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ പട്ടിണിയാവത്തില്ലേ എന്ന് ബബിത പറയാണ്. അപ്പോൾ ഉടനെ വൈജ പറയാണ്, ഇത് അവളുടെ അടവ, അവളെ ഈ വീട്ടിലേക്ക് നുഴഞ്ഞു കയറാൻ വേണ്ടി അവൾ കാണിക്കുന്ന ഒരു അടവ, കമലേട്ടത്തിൽ സൂക്ഷിച്ചോ എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് കമലയ്ക്ക് ആകപ്പാടെ പേടിയാവുന്നുണ്ട്. അപ്പം അതിനുശേഷം വൈജ പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ നിന്ന് വെറുതെ സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് കൃഷ്ണമോള് പറയുന്നുണ്ട്, അമ്മ വന്നു കഴിഞ്ഞാൽ ആ നിമിഷം നമുക്ക് ഇവിടുന്ന് പോകാം, വണ്ടി പുറത്ത് കിടപ്പുണ്ടെന്ന് കൃഷ്ണമോള് പറയാണ്. അപ്പം ഞാൻ വന്നിട്ട് നിങ്ങൾ പോകാതിരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് വൈജ അങ്ങ് പോവുകയാണ്. ഈ സമയത്ത് കമലയ്ക്ക് ആകപ്പാടെ ടെൻഷനാവുന്നുണ്ട്. കമല കിച്ചണിലേക്ക് ചെല്ലുമ്പം അവിടെ എല്ലാ ജോലിയും ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അലീന. അപ്പം അലീനയെടുത്ത് കമല ചോദിക്കുന്നുണ്ട്, ഓഹോ, നീ ഇവിടെ കയറി അങ്ങ് പാചകം തുടങ്ങി, നീ ഈ വീടിൻ്റെ ഭരണവും കൂടെ ഏറ്റെടുക്കാനാണോ ഉദ്ദേശം എന്ന് ചോദിക്കുകയാണ്. അപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീന ഒന്നും മിണ്ടാതെ ഇങ്ങനെ തലകുനിച്ച് നിൽക്കുകയാണ്. എന്താടി നീ ഒന്നും മിണ്ടാത്തതെന്ന് ചോദിക്കുകയാണ്. നിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് നടക്കത്തില്ല, അത് ഓർമ്മ വേണം എന്ന് പറഞ്ഞുകൊണ്ട് കമല ദേഷ്യം അങ്ങ് പോവുകയാണ്. അലീന ഇങ്ങനെ വിഷമിച്ചൊക്കെ നിൽക്കുകയാണ്. നേരെ കമല പോകുന്നത് ശിവൻ്റെ അടുത്തോട്ട്. പാവം ശിവൻ മുറിയിലിരുന്ന് സ്വസ്ഥമായിട്ടിരുന്നപ്പോഴാണ് കമല അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പം കമലയാണെങ്കിൽ ശിവൻ്റെ അടുത്ത് നിന്ന് ചോദിക്കുകയാണ്, എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്തുദ്ദേശം? എനിക്ക് പ്രത്യേകിച്ച് ഒരു ഉദ്ദേശവും ഇല്ലെന്ന് പറയാണ്. അല്ല, വൈജയെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് ചോദിക്കുകയാണ്. അപ്പം എനിക്ക് അവളെ ഇവിടുന്ന് ഇറക്കി വിടാൻ പറ്റത്തില്ലല്ലോ, അവളുടെ മക്കൾ വിളിക്കാൻ വന്നിട്ടുണ്ട്. ഇപ്പം ആദ്യം അവൾ വന്ന് ഇപ്പം അവളുടെ മക്കൾ വന്ന് എല്ലാവരെയും വെച്ച് വിളമ്പി ഇവിടെ നിൽക്കാൻ എനിക്ക് പറ്റത്തില്ലെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ശിവൻ പറയാണ്, അതിനെ നീ അല്ലല്ലോ വെച്ച് വിളമ്പുന്നത്, ആ അലീനയല്ലേ. ഇപ്പം നിനക്ക് അലീന വന്നതിന് ശേഷം ഒരു ജോലി ഇല്ലല്ലോ, നീ ഇന്ന് വെറുതെ ഇരുന്നില്ലേ, അലീനയല്ലേ എല്ലാ ജോലിയും ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അതൊക്കെ ശരി തന്നെ, പക്ഷേ ഇവിടെ അവരെ ഇവിടെ നിർത്താൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് അവളിവിടെ ഈ വീട്ടിലെ അടുക്കളയിൽ കയറി അങ്ങനെ ജോലി ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് കമല പറയുകയാണ്. അപ്പോൾ ശിവൻ ചോദിക്കുകയാണ്, നിൻ്റെ പ്രശ്നം എന്താ എന്ന് ചോദിക്കുകയാണ്. അവളെ വലത് കാല് വെച്ച് ഇങ്ങോട്ട് കയറാനാ ഉദ്ദേശമെങ്കിൽ അവളുടെ ഇടത് കാല് ഞാൻ തല്ലി ഒടിക്കുമെന്ന് കമല പറയാണ്. ഇത് കേൾക്കുമ്പം ശിവൻ ചോദിക്കുകയാണ്, നീ ആരാ, ഗുണ്ടയോ, കാലും കൈയും തല്ലി ഒടിക്കാനൊക്കെ? നീ ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കാതെ നിൻ്റെ പണി നോക്ക് കമല എന്ന് പറയാണ്. അപ്പം കമല ഭയങ്കര ചൂടായിട്ട് പറയാണ്, ശിവേട്ട, ഇത് ഞാൻ എപ്പോഴും പറയുന്ന പോലെയല്ല, അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം ഇവിടെ എല്ലാവർക്കും ഉണ്ടെങ്കിൽ നടക്കത്തില്ല, അത് ഞാൻ പറഞ്ഞേക്കാം എന്ന് പറയാണ്. പിന്നെ അവളിവിടെ വന്നേക്കുന്നത് മനുവിനെ കാണാൻ അങ്ങനെ വല്ല ഉദ്ദേശവും ഉണ്ടെങ്കിൽ അതും നടക്കത്തില്ല, മനുവിനെ വളച്ചെടുത്ത് കുപ്പിയിലാക്കാമെന്നുള്ള വിചാരവും അവൾക്ക് വേണ്ട എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ശിവൻ പറയാണ്, നമ്മുടെ മോനാ അവളെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് നടക്കുന്നത്, അതുകൊണ്ട് നീ അങ്ങനെയുള്ള കാര്യമൊന്നും സംസാരിക്കേണ്ടെന്ന് പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് കമലയ്ക്ക് ആകപ്പാടെ ദേഷ്യമാവുന്നുണ്ട്. നിങ്ങളുടെ ഉദ്ദേശമൊന്നും ഒരിക്കലും നടക്കത്തില്ലെന്നും പറഞ്ഞ് ദേഷ്യം അങ്ങ് പോവുകയാണ്. ശിവൻ ആകപ്പാടെ പെട്ട അവസ്ഥയാണ്. കമലയും കൊണ്ട് സഹിക്കാൻ വയ്യ, വൈജയും കൊണ്ട് സഹിക്കാൻ വയ്യ. അങ്ങനെ മനു പുറത്ത് നിൽക്കുമ്പോൾ അങ്ങോട്ട് ശിവൻ വരികയാണ്. ശിവൻ ആകപ്പാടെ ടെൻഷനിലാണ്. അപ്പം ശിവൻ വന്നിട്ട് മനുവിൻ്റെ അടുത്ത് പറയാണ്, ഇപ്പം വൈജയുടെ കാര്യവും ഹരിയുടെ കാര്യവും ആകപ്പാടെ ടെൻഷനാണെന്ന് പറയാണ്. അപ്പോൾ ഉടനെ മനു പറയുകയാണ്, ഹരിയുടെ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തിട്ടുണ്ടല്ലോ അച്ഛാ, പിന്നെ ആൻറ്റിയുടെ കാര്യം, ആൻറ്റി അടുത്ത് നമ്മൾ എന്ത് പറഞ്ഞാലും ആൻറ്റി കേൾക്കാൻ തയ്യാറായില്ല, ഇനി മക്കളൊന്ന് പരിശ്രമിച്ച് നോക്കട്ടെ, മക്കൾ ആൻറ്റിയെ നേരെയാക്കാൻ പറ്റുമെങ്കിൽ നേരെയാക്കട്ടെ. ഉടനെ ശിവൻ പറയുകയാണ്, നിൻ്റെ അമ്മയ്ക്കാണെങ്കിൽ അലീന ഇവിടെ വന്ന് നിൽക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. അപ്പം മനു പറയാണ്, അതെനിക്കറിയാവുന്ന കാര്യമാണ്, അമ്മയ്ക്ക് ഇഷ്ടമല്ലെന്ന്. അപ്പോൾ ശിവൻ പറയാണ്, അലീന ഇവിടെ വന്ന് നിൽക്കുന്നതുകൊണ്ട് നിൻ്റെ അമ്മയ്ക്ക് നല്ല ടെൻഷനുണ്ട്. അപ്പോൾ മനു ചോദിക്കുന്നതുകൊണ്ട് അച്ഛനും ടെൻഷനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ശിവനൊന്നും മിണ്ടാതെ തലകുനിച്ചിരിക്കുകയാണ്. അപ്പോൾ മനു പറയാണ്, അച്ഛാ, എൻ്റെയും അലീനയുടെയും കാര്യം ഓർത്ത് അച്ഛൻ വിഷമിക്കേണ്ട, ആ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഞങ്ങൾ എടുക്കുവാണെങ്കിൽ അതിനു മുമ്പ് അച്ഛനെ അറിയിച്ചിരിക്കും, അത് ഉറപ്പാണെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ശിവൻ ഇങ്ങനെ മനുവിനെ നോക്കുകയാണ്. അല്ലാതെ അച്ഛനെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് ഒരു തീരുമാനവും ഞാൻ എടുക്കത്തില്ല, അതുകൊണ്ട് അച്ഛൻ പേടിക്കേണ്ട എന്ന് പറയാണ്. അപ്പോൾ ശിവൻ ഇങ്ങനെ വിഷമത്തോടെ മനുവിനെ നോക്കുകയാണ്. അപ്പോൾ മനു അങ്ങ് കയറി പോവുകയാണ്. അപ്പം ശിവൻ ഒരു ആശ്വാസമൊക്കെ ആവുന്നുണ്ട്. പക്ഷേ ഇല്ല, കമലയെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് ഉള്ള ടെൻഷനിലാണ് ശിവൻ. അതിനുശേഷം ശിവനാണെങ്കിൽ രാജീവിനെ വിളിക്കുകയാണ്. അപ്പം രാജീവ് ചോദിക്കുന്നുണ്ട്, എന്താ ശിവേട്ട, എന്താ വിശേഷം എന്ന് ചോദിക്കുകയാണ്. ഹരിയുടെ കാര്യം എന്തെങ്കിലും തീരുമാനമായോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശിവൻ പറയാണ്, ഹരിയുടെ കാര്യമൊക്കെ അങ്ങനെ തന്നെ നടക്കുന്നു, ഇനി കോടതി കൂടുമ്പോഴേ ജാമ്യം കിട്ടുമെന്ന് അറിയത്തുള്ളൂ, അതിനൊക്കെ വലിയൊരു പ്രശ്നമുണ്ടെന്ന് പറയാണ്. അതെന്താ ശിവേട്ടാന്ന് ചോദിക്കുകയാണ്. വൈജ ഇങ്ങ് ഇവിടത്തേക്ക് വന്നിട്ടുണ്ട്, കൊല്ലപ്പള്ളിയിലേക്ക് വന്നിട്ടുണ്ടെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പം രാജീവ് ചോദിക്കുകയാണ്, പിന്നെയും ബാലചന്ദ്രനുമായിട്ട് അടിയിട്ട് അവൾ പോരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ശിവൻ പറയാണ്, ആ എന്തെങ്കിലും കാരണം, ചെറിയ കാരണം മതിയല്ലേ, ഇപ്പം അലീന അവിടുന്ന് പോകണമെന്ന് അവളുടെ ഡിമാൻഡ്. അലീന പോകാനും തയ്യാറായതാ, പക്ഷേ അവൾക്ക്
ഉടനെ തന്നെ അലീന പോകണം. 2 ആഴ്ച സമയം അലീന ചോദിച്ചത്, അതുപോലെ ഒക്കെ കൊടുക്കാൻ വയ്യ, അതുകൊണ്ട് അവളിങ്ങ് ഇറങ്ങിപ്പോരുന്നെന്ന് പറയാണ്. അപ്പോൾ രാജു പറയാണ് ഇവളുടെ ഒരു കാര്യം. അപ്പം അലീന പോകാമെന്ന് പറഞ്ഞല്ലോ, അതുവരെ അവൾക്ക് ക്ഷമിച്ചവിടെ നിന്നൂടെ. അലീന പോകാമെന്ന് പറഞ്ഞപ്പോൾ ബാലചന്ദ്രൻ എന്തോ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ശിവൻ പറയാണ് എന്ത് പറയാൻ, അവൻ പറയുന്നത് അലീന ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആ നിമിഷം വൈജിയെടുത്ത് കാര്യങ്ങളെല്ലാം തുറന്നു പറയുമെന്ന്. അങ്ങനെ ഒരു തീരുമാനത്തിലാണ് ബാലചന്ദ്രൻ. അലീന അവിടുന്ന് പോകാനും തയ്യാറാണ്. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാന്ന് ശിവൻ പറയുകയാണ്. എല്ലാം കൊണ്ട് ടെൻഷനാണെന്ന് പറയാണ്. ഇപ്പോഴാണെങ്കിൽ വൈജയുടെ മക്കളെല്ലാവരും ദേ ഇവിടെ ഉണ്ട്, കൊല്ലപ്പള്ളിയിലുണ്ട്. അവർ അമ്മയെ വിളിച്ചുകൊണ്ട് പോകാൻ വന്നെയാ, അവിടെ പോകാൻ തയ്യാറാവുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ രാജു ചോദിക്കുകയാണ് എല്ലാവരും വന്നിട്ടുണ്ട്. ആ എല്ലാവരും വന്നിട്ടുണ്ട്, ഭവിതയും കൃഷ്ണമോളും രോഹിത്തും അലീനയും വന്നിട്ടുണ്ടെന്ന് പറയാണ്. അലീനയെ അവിടെ കമലേട്ടത്തിൽ കയറ്റിയോ എന്ന് രാജു ചോദിക്കുകയാണ്. പിന്നെ കയറ്റാതെ, ഇത്രയും പേർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അവളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ലെന്ന് നമുക്ക് നല്ലോണം അറിയാം. പിന്നെ അലീനയും കൂടെ നിന്നില്ലെങ്കിൽ കാര്യം നടക്കത്തില്ലെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അവളൊന്നും മിണ്ടിയിട്ടില്ല എന്ന് പറയാണ്. പക്ഷേ ഇത് എത്ര നാൾ ഇങ്ങനെ പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ രാജീവ എന്ന് ശിവൻ പറയുന്നുണ്ട്. അങ്ങനെ ശിവൻ്റെ അവസ്ഥയല്ല രാജീവിനോട് പറയുകയാണ് ശിവൻ.